ഹലോ, ഇന്ന് ഫ്രൈഡേ ലഞ്ചിന് സ്പെഷ്യൽ എന്താണെന്നറിയോ? ചിക്കൻ ബിരിയാണി ആട്ടോ. 104 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ക്വാണ്ടിറ്റി വൈസ് നോർമലാണ്, ഹെവി ഒന്നുമല്ല. ഇത് ഒത്തിരി മസാലയൊന്നുമില്ല. ഇതിൻ്റെ കൂടെ തൈരുണ്ട്, പിന്നെ എന്തൊരു സ്നാക്ക് ഉണ്ട്, 2 പീസ് ചിക്കൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ബിരിയാണി. കൈമ റൈസ് ഒന്നല്ല, നോർമൽ ബസുമതി റൈസ്. അപ്പോൾ കഴിക്കാൻ തുടങ്ങുകയാണ് ഗൈസ്. ഫസ്റ്റ് ഓഫ് ഓൾ കുറച്ച് തൈര് എടുക്കുക, ചിക്കൻ്റെ ഒരു പീസ് എടുക്കുക, ചോറിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ കുഴച്ച് കഴിക്കണം. ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഇതൊരു ബിരിയാണി ആണെന്നൊക്കെ നമുക്കങ്ങനെ പറയാൻ പറ്റും, പക്ഷേ എനിക്കങ്ങനെ തോന്നണ്ടേ. അപ്പോൾ നല്ല വിശപ്പുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, തൽക്കാലം ഇതാണ് ബിരിയാണി എന്ന് വിചാരിച്ച് ബിരിയാണി തന്നെ കഴിക്കുന്നു. നമ്മളെ നാട്ടിലെ ബിരിയാണി ആട്ടോ പൊളി. അതിൻ്റെ ടേസ്റ്റ് ഒന്നും ഒരിക്കലും മുംബൈയിലെ ബിരിയാണി കിട്ടൂല ഗൈസ്. നിങ്ങൾ വിചാരിച്ചിട്ട് കാര്യമില്ല, കിട്ടൂല. കാരണം ഇങ്ങനെയൊക്കെ നമ്മൾ സന്തോഷിക്കേണ്ടി വരും. ഇതാണ് ബിരിയാണി എന്ന് വിചാരിച്ചാണ് കഴിച്ച് സന്തോഷിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, തൈരെടുത്ത് മിക്സ് ചെയ്ത് തന്നെ കഴിക്കുന്നു കേട്ടോ. 2 പീസ് ചിക്കൻ ഉണ്ടായിരുന്നേ, നോർമൽ പീസ് ചിക്കനാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഒരു സന്തോഷമായിട്ട് തോന്നി കേട്ടോ. പിന്നെ 104 രൂപയ്ക്ക് വെർത്താണ്, അതെനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച്. ഞാൻ അതിന് മുമ്പ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഈ സെയിം ബിരിയാണി. അന്ന് ഇതിന് 99 രൂപയ്ക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ വില കൂട്ടിയവർ 104 ആക്കി. അപ്പോൾ ഇതാണ് ഫുഡ് കേട്ടോ. പിന്നെയും കുറേ ഐറ്റംസ് ഫുഡൊക്കെ ഉണ്ട് ഇവിടെ, വെറൈറ്റീസൊക്കെ. ഇത് ഓഫീസ് ക്യാൻറ്റീനാണ്, അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ പുതിയ ഐറ്റംസൊക്കെ നമുക്ക് ഇങ്ങനെ നോക്കാം അടുത്ത തവണ കേട്ടോ. അപ്പം ഇതാണ് ഫുഡ്. അങ്ങനെ ഇത് കഴിച്ച് കഴിഞ്ഞു. എല്ലാവരും പറയും ഞാൻ ഭയങ്കര ഫാസ്റ്റാണ്, പക്ഷേ ഞാൻ ഭയങ്കര സ്ലോ ആയിട്ടാണ് കഴിച്ചത്. തൽക്കാലം ഒപ്പിക്കാൻ പറ്റുന്ന ബിരിയാണി, അത് മാത്രമേ ഇതിന് വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു ബിരിയാണി.